നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. ലൈവ് അറ്റ് 6 ആദ്യം പ്രധാന വാർത്തകൾ. ഷഹബാസ് കൊലക്കേസ് പ്രതികളുടെ വീടുകളിൽ റെയ്ഡ്. കൊല്ലാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെടുത്തു. മകന് നീതി കിട്ടണമെന്ന പിതാവ്. നികുതി പീഠം അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. പ്രതികളായ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി. കൊച്ചിയിൽ നായ്ക്കരണ പൊടി ആക്രമണത്തിൽ കേസെടുത്ത് പോലീസ്. മഴയത്തും ചോരാത്ത സമരവീര്യം. ആശാവർക്കർമാരുടെ സമരത്തിന് കെട്ടിയ ടാർപ്പഴിച്ച് പോലീസ്. പിന്നോട്ടില്ലെന്ന് സമരക്കാർ. മഴയൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷേ നമ്മുടെ ഭരണകൂടം ഇങ്ങനെ ചെയ്യുന്നത് ഈ 20 ദിവസമായിട്ട് ഇവിടെ ഈ പെരുമഴയത്തും വെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ ഇതൊരു കണ്ണില്ലാത്തൊരു ക്രൂരത തന്നെയാണ്. പിന്തുണയുമായി വീണ്ടും സുരേഷ് ഗോപി. ആശമാർക്ക് ഗ്രാറ്റുവിറ്റിയും ശമ്പളത്തോടുകൂടി 6 മാസം പ്രസവാവധിയും പ്രഖ്യാപിച്ച ആന്ധ്രാപ്രദേശ്. വിരമിക്കൽ പ്രായം 62 വയസ്സാക്കി. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടർക്കഥ. കാട്ടുപന്നി ആക്രമണത്തിൽ കണ്ണൂരിൽ കർഷകന് ദാരുണാന്ത്യം. മരിച്ചത് മൊകേരി സ്വദേശി ശ്രീധരൻ. അട്ടപ്പാടിയിൽ കാളയെ കാട്ടാന കുത്തിക്കൊന്നു. ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ച മലയാളി വെടിയേറ്റു മരിച്ചു. മരിച്ചത് തുമ്പ സ്വദേശി തോമസ് ഗബ്രിയോൽ. പരിക്കേറ്റ ഒരാൾ മടങ്ങിയെത്തി. 2 പേർ ജയിലിൽ. ചന്ദ്രനെ തൊട്ട് ബ്ലൂ ഗോസ്റ്റ്. ചന്ദ്രനിലിറങ്ങുന്ന 2ാമത്തെ സ്വകാര്യ ലാൻഡർ. മനുഷ്യവാസം സാധ്യമോ എന്നത് പഠിക്കുക ലക്ഷ്യം. ഉപഗ്രഹം അയച്ചത് സ്പേസ് എക്സ്. Wins the Ranji Trophy after 2-2-1-5 days. This will last for a lifetime and beyond. Memories etched in Ranji history, added to the tapestry of Indian cricket forever. രഞ്ജി ട്രോഫിയിൽ കിരീടമുയർത്തി വിദർഭ. തുണയായത് 1ാം ഇന്നിംഗ്സ് ലീഡ്. കേരള ടീമിന്റെ മടക്കം തല ഉയർത്തി. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലാൻഡിന് 250 റൺസ് വിജയലക്ഷ്യം. വിശദമായി നോക്കാം. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച പോലീസ്. കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയ പോലീസ് ഷഹബാസിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെടുത്തു. 4 മൊബൈലുകളും പിടിച്ചെടുത്തു. 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കാനായി പ്രതികളെ നാളെ സ്കൂളിൽ എത്തിക്കും. ഫെയർവെൽ പാർട്ടി നടന്നപ്പോഴും സംഘർഷമുണ്ടായപ്പോഴും സംഭവസ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും സമീപത്തെ കടകളിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തും. സംഘർഷമുണ്ടായ ട്യൂഷൻ സെന്ററിന് സമീപത്തെ റോഡുകളിലെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഷഹബാസിന്റെ കൊലപാതകം ആസൂത്രിതമാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയതിനു പിന്നാലെയാണ് പോലീസിന്റെ നിർണായക നീക്കം. പ്രതികൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്നും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാൽ. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം. അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. സ്വാധീനിച്ച് അതിൽ പങ്കെടുത്ത ഈ പ്രശ്നമായിട്ട് പങ്കെടുത്ത ആളുകളിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പിടിപാടുള്ള ആളുകളാണ്. അവർ സ്വാധീനിച്ച് അവരെ മക്കൾ അവർ രക്ഷിച്ചു കൊണ്ടുപോകും. വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താൻ കാണുന്നത്. പലരും അതാണ് പറയുന്നത്. നാട്ടിലുള്ള ആളുകളായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസവും അതായത് കഴിഞ്ഞ ആവശ്യം പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് തന്നെ പറഞ്ഞത് എന്റെ കുട്ടിയാണ്, എന്റെ ഏട്ടൻ ജോലിയുണ്ട്, അതുകൊണ്ട് അത് പിടിപാട് കൊണ്ട് നമ്മൾ കഴിച്ചിലായി പോകുന്നോളും, കുഴപ്പമില്ല എന്നുള്ള ഒരു സംസാര രീതിയാണ് പരക്കെ അവിടെ കേൾക്കാൻ കഴിയുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും ആയുധങ്ങൾ കണ്ടെത്തുന്നതിനുമായി പ്രതികളുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. പ്രതികൾ ഒരാളുടെ വീട്ടിൽ നിന്ന് താമരശ്ശേരി SHO സായൂജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് നഞ്ചക്ക് കണ്ടെടുത്തത്. ഇതിനു പുറമെ 4 മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. നാളെ തുടങ്ങുന്ന SSLC പരീക്ഷ എഴുതിക്കാനായി പ്രതികളെ സ്കൂളിലെത്തിക്കും. സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ കർശനമായ സുരക്ഷയോടെയാവും കുട്ടികളെ എത്തിക്കുകയെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്.
കൊച്ചി കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് നേരെ നായ്ക്കരണ പൊടി വിതറിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അടക്കം 6 സഹപാഠികളെയും 2 അധ്യാപകരെയും പ്രതികളാക്കിയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത്. ഫെബ്രുവരി 3-നാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ സഹപാഠികളായ പെൺകുട്ടികളും ആൺകുട്ടികളും അടങ്ങുന്ന 6-അംഗ സംഘം നായ്ക്കുരണപ്പൊടി വിതറിയത്. കേസിൽ ആരോപണ വിധേയരായ 6 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കുമെതിരെയാണ് കേസ്. സംഭവം അറിഞ്ഞിട്ടും പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാതെ മനഃപൂർവ്വം അവഗണിച്ചെന്നും ക്ലാസ്സിലിരിക്കാൻ നിർബന്ധിച്ചെന്നുമാണ് അധ്യാപകർക്കെതിരായ പരാതി. പ്രധാന അധ്യാപിക ജിഷ, ക്ലാസ് ടീച്ചർ ശ്രീകാന്ത് എന്നിവർക്കെതിരെയാണ് കേസ്. BNS 118(1)(3)(5) വകുപ്പുകളനുസരിച്ച് ബോധപൂർവമുള്ള ഉപദ്രവിക്കൽ കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. നായ്ക്കുരണപ്പൊടി ആക്രമണത്തിനിരയായ പെൺകുട്ടി അണുബാധ മൂലം ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളെ വരെ ഇത് ബാധിച്ചു. മൂത്രമൊഴിക്കാൻ പോലും ആകാത്ത വിധം കടുത്ത ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായി. അധ്യാപകരുടെ നിലപാടും സ്കൂളിലെ പ്രശ്നങ്ങളും കുട്ടിയെ മാനസികമായി ബാധിച്ചു. കൌൺസിലിംഗ് നടത്തി കുട്ടിയെ സാധാരണ നിലയിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ക്ലാസ് മുറിയിലെ ഡെസ്ക് ഉപയോഗിച്ച് ഈ സഹപാഠികൾ മുതുകിൽ ഇടിച്ചിട്ടുണ്ടെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം വെള്ളിയാഴ്ച സ്കൂളിലും കുട്ടിയുടെ വീട്ടിലും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം നടത്തി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ കൂടുതൽ പേരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി വെളിപ്പെടുത്തൽ. പോലീസിന് പുറമെ ആശുപത്രി സെല്ലിൽ സന്ദർശിച്ച മാനസിക വിദഗ്ധരോടുകൂടിയാണ് അഫാൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അഫാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും. അഫാനെ ഉടൻ പോലീസ് ജയിലിലേക്ക് മാറ്റും. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നതിനിടെയാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ പ്രതി അഫാൻ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ബന്ധുക്കളായ 2 പേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് അഫാന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഉറ്റബന്ധുക്കളും തട്ടത്തുമല സ്വദേശികളുമായ അമ്മയെയും മകളെയും കൊലപ്പെടുത്താനായിരുന്നു അഫാന്റെ നീക്കം. പോലീസ് സെല്ലിൽ കഴിയവേ തന്നെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധരോടും അഫാൻ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകങ്ങൾ നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് 5 ലക്ഷം രൂപ ഈ കുടുംബത്തോട് ചോദിച്ചിരുന്നെങ്കിലും പണം നൽകാതിരുന്നതാണ് പകയ്ക്ക് കാരണം. കുടുംബത്തെ സഹായിക്കാത്ത അമ്മാവനോടും പക തോന്നിയെന്നും അദ്ദേഹത്തിന്റെ കുട്ടിയുടെ പ്രായക്കുറവ് മനസ്സിലേക്ക് വന്നതിനാൽ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നുമാണ് അഫാൻ പറയുന്നത്. ഇതിനിടെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യതയുണ്ടായത് ചിട്ടിയും വായ്പയിലൂടെയുമാണെന്നും ഇക്കാര്യം അഫാനും മാതാവും അബ്ദുൾ റഹീമിനെ അറിയിച്ചിരുന്നില്ലെന്നും പോലീസ് കണ്ടെത്തി. നിലവിലെ പരിശോധനാ റിപ്പോർട്ടുകളിൽ അഫാൻ രാസലഹരികളൊന്നും ഉപയോഗിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു. അഫാന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന റിപ്പോർട്ട് ഡോക്ടർമാർ പോലീസിന് കൈമാറി. ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരി വിൽപ്പനക്കാരെ കണ്ടെത്താനുള്ള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് കൊച്ചിയിലും പരിശോധന ശക്തമാക്കി. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. കഴിഞ്ഞ മാസം 22 മുതൽ ആരംഭിച്ച പരിശോധനയിൽ കൊച്ചിയിൽ 162 പേരാണ് പിടിയിലായത്. സ്കൂൾ കോളേജ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും സാമൂഹിക വിരുദ്ധരുടെ താവളമായി ശ്രദ്ധിക്കപ്പെട്ട ഇടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ മാസം 22 മുതൽ ആരംഭിച്ച പരിശോധനയിൽ 162 പേരാണ് പിടിയിലായത്. 150 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രതികളിൽ നിന്നും MDMA, കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, ബ്രൌൺ ഷുഗർ, കഞ്ചാവ് ചെടി എന്നിവയും പിടിച്ചെടുത്തിരുന്നു. സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായ ആക്രമണ സംഭവങ്ങളിലെല്ലാം ലഹരിയുടെ സ്വാധീനമുണ്ടെന്നും പോലീസ് പരിശോധന ശക്തമല്ലാത്തതാണ് ലഹരി വസ്തുക്കളുടെ ലഭ്യം കൂടുന്നതെന്നും വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ന്യൂസ് 18 കൊച്ചി. അർദ്ധരാത്രി ഉറങ്ങിക്കിടന്ന ആശാവർക്കർമാരെ വിളിച്ചുണർത്തി ടാർപോളിൻ ഷീറ്റ് അഴിപ്പിച്ച് പോലീസ്. കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് നടപടി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിനാണ് അഴിപ്പിച്ചത്. മുകളിൽ നിന്നുള്ള ഉത്തരവാണ് പോലീസ് നടപ്പാക്കിയതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. രാത്രി ടാർപോളിൻ കെട്ടി അതിനു താഴെ പായ വിരിച്ചുറങ്ങുകയായിരുന്നു ആശാപ്രവർത്തകർ. പുലർച്ചെ 3 മണിയോടെ മഴ പെയ്തപ്പോഴാണ് പോലീസ് നടപടി. ടാർപോളിൻ അഴിച്ചു മാറ്റണമെന്ന് നിർബന്ധപൂർവ്വം പോലീസ് ആവശ്യപ്പെട്ടു. കോടതി ഉത്തരവും പോലീസ് പരാമർശിച്ചു. പോലീസിന്റേത് മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് പ്രതിഷേധക്കാർ. അതുകൊണ്ട് മഴയൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഭരണകൂടം ഇങ്ങനെ ചെയ്യുന്നത് ഈ 20 ദിവസമായിട്ട് ഇവിടെ ഈ പെരുമഴയത്തും വെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ ഇതൊരു കണ്ണില്ലാത്തൊരു ക്രൂരത തന്നെയാണ്. ഒരു 15 പേരാണ് ഉണ്ടായിരുന്നത്. അഴിച്ചു മാറ്റിയതിനു ശേഷം മഴയത്ത് ഇരിക്കുമായിരുന്നു, കസേരയിൽ ഇരിക്കുമായിരുന്നു. എങ്ങനെയാണ് കിടക്കാൻ പറ്റുന്നത്? എല്ലാം നനഞ്ഞു, വിരിച്ചിരുന്നതെല്ലാം നനഞ്ഞു.
ഞങ്ങളുടെ പ്ലാസ്റ്റിക് ഷീറ്റും പായും എല്ലാം നനഞ്ഞു. പിന്നെ കിടക്കാൻ പറ്റില്ലല്ലോ, ഇരുന്ന് നേരം വിളിപ്പിക്കുമായിരുന്നു ഇത്രയും സമയം. ഇതിപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് പിടിച്ച് ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നതാണ്. പോലീസ് പറയുന്നത് നിങ്ങൾ ഇത് മഴയത്ത് നിങ്ങൾ കുട പിടിച്ചിരുന്നോളാം. നിങ്ങളുടെ ആരുടെ കയ്യിലും കുട പോലും ഉണ്ടായിരുന്നില്ല, മഴയത്തിരിക്കുമായിരുന്നു. ആശാവർക്കർമാരുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം 21 ദിവസം പിന്നിട്ടു. ആശാവർക്കർമാർ നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. വേതനം 7000-ൽ നിന്ന് 21,000 ആക്കുക, പെൻഷൻ അനുവദിക്കുക, വിരമിക്കുമ്പോൾ ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാവർക്കർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് ആന്ധ്രാപ്രദേശ് സർക്കാർ. ആശമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചു. വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 വയസ്സായി ഉയർത്തി. ശമ്പളത്തോടെ 180 ദിവസത്തെ പ്രസവാവധിയും പ്രഖ്യാപിച്ചു. 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുമ്പോൾ ഓരോ ആശാവർക്കർക്കും 1.5 ലക്ഷം രൂപ ലഭിക്കും. സംസ്ഥാനത്തൊട്ടാകെയുള്ള 42,752 ആശാ തൊഴിലാളികൾക്ക് ഈ നടപടികൾ പ്രയോജനപ്പെടും. ആശാവർക്കർമാർക്ക് ആന്ധ്രാപ്രദേശ് 10,000 രൂപ ശമ്പളം നൽകുന്നുണ്ട് എന്നും ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് എന്നും സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടു. കണ്ണൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. മൊകേരി വള്ളിയായി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. സംസ്ഥാനത്ത് 2 മാസത്തിനിടെ 15 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാന, കടുവ, പുലി, കാട്ടുപന്നി, കാടിറങ്ങുന്ന വന്യതയിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം ഏറുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഇര കണ്ണൂർ മൊകേരി പഞ്ചായത്തിലെ വള്ളിയായി സ്വദേശി ശ്രീധരൻ. പാട്യം പഞ്ചായത്തിലെ മുതിയങ്ങയിൽ രാവിലെ 9 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. കൃഷിയിടത്തിലെത്തിയ ശ്രീധരനെ കാട്ടുപന്നി കുത്തിവീഴ്ത്തുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയപ്പോൾ കാട്ടുപന്നി വീണ്ടും ശ്രീധരനെ ആക്രമിക്കുന്നതാണ് അയൽവാസികൾ കണ്ടത്. ദേഹമാസകലം ചോര പടർന്ന നിലയിലായിരുന്നു. കാലത്ത് 9 മണിക്ക് അങ്ങനെയാണ് പാട്യം പഞ്ചായത്തിലെ മുതിയങ്ങ വയലാണ് പൊന്നിൻ്റെ കുത്തേറ്റ്. അപ്പോൾ ആൾക്കാരെ ഞങ്ങൾ വൈരം കേൾക്കുന്നില്ല. എന്നാൽ ശരിക്കും കാര്യം അറിയില്ല. പറഞ്ഞുകൂടി പോയി കഴിഞ്ഞാൽ പന്നീനടക്കം കണ്ടില്ല. പന്നി ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരണം സംഭവിച്ചു. ഇവിടെ ഈ ഭാഗത്ത് പന്നികളുടെ അക്രമം കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കാറുണ്ട് എന്ന് കർഷകർ ഇപ്പം പറയുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് കാട്ടുപന്നിയുടെയൊക്കെ ആക്രമണത്താൽ കർഷകർ ഏറെ ബുദ്ധിമുട്ടിയിരുന്ന പ്രദേശം കൂടിയാണ് ഈ പ്രദേശം. കാട്ടുപന്നി ശല്യം രൂക്ഷമായ പ്രദേശത്ത് ഇതിനു മുൻപും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ശ്രീധരൻ ഉൾപ്പെടെ കഴിഞ്ഞ 60 ദിവസത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ 15 പേർക്കാണ് സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായത്. ന്യൂസ് 18 കണ്ണൂർ. അട്ടപ്പാടി പാലൂർ ആനക്കട്ടിയൂരിൽ വനാതിർത്തിയോട് ചേർന്ന് മേയാൻ വിട്ടിരുന്ന കാളയെ കാട്ടാന കുത്തിക്കൊന്നു. പാലൂർ സ്വദേശി ബാലന്റെ കാളയെയാണ് ആന കുത്തിയതായി സ്ഥിരീകരിച്ചത്. മേയാൻ വിട്ട കാള തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആനയുടെ ആക്രമണം സ്ഥിരീകരിച്ചത്. 6 ആനകളുടെ കൂട്ടമാണ് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. കാള ചത്തത് ആനയുടെ ആക്രമണത്തിലെന്ന് വനംവകുപ്പിന്റെ പരിശോധനയിലും സ്ഥിരീകരിച്ചു. ഇസ്രായേലിൽ ജോലി തേടിപ്പോയ മലയാളി വെടിയേറ്റ് കൊല്ലപ്പെട്ടു. തുമ്പ സ്വദേശി തോമസ് ഗബ്രിയേലാണ് മരിച്ചത്. 4 പേരടങ്ങുന്ന മലയാളി സംഘമാണ് ഇസ്രായേലിലേക്ക് പോയത്. ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അനധികൃതമായി കടക്കുന്നതിനിടെയാണ് വെടിയേറ്റത്. തോമസും ഭാര്യ സഹോദരൻ എഡിസനും ഉൾപ്പെടെ 4 മലയാളികളാണ് സംഘത്തിലുണ്ടായിരുന്നത്. കാലിന് വെടിയേറ്റ എഡിസൺ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി. നമ്മളിവിടെ നിന്ന് കൊണ്ടുപോയതാണ്. തൊഴിൽ തേടി ഇങ്ങനെ കൂടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. നമ്മളിവിടെ നിന്ന് 4 പേരാണ് പോയത്. ഞാനും എൻ്റെ അളിയനും വേറെ 2 പേര്. അവിടെ ജോലി വാങ്ങിച്ചു തരും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. എന്ത് ജോലിയാണെന്നൊന്നും പറഞ്ഞില്ല. എന്ത് ജോലി ചെയ്യാനുള്ള ഇതിലാണ് നമ്മൾ പോയത്. കൊണ്ടുപോയ ആളിനെ അറിയാം. നമ്മൾ 2 ലക്ഷം രൂപ കൊടുത്തായി. ശ്രീലങ്കൻ പൗരന്മാർ ഉൾപ്പെടെ ഇവരുടെ സംഘത്തിലുണ്ടായിരുന്നു. മലയാളികളായ 2 പേർ ഇപ്പോൾ ജയിലിലാണ്. തോമസിന്റെ ഭൗതികദേഹവും ജയിലിലുള്ളവരെയും നാട്ടിലെത്തിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 2 ലക്ഷം രൂപ ഏജന്റിന് നൽകിയായിരുന്നു യാത്ര. ജോർദാനിലാണ് ഇവരെ ആദ്യം എത്തിച്ചത്. ഇതിനകത്ത് മനുഷ്യക്കടത്ത് നടത്തുന്ന ചില ഏജൻസികളുണ്ട്. കേരളത്തിലെ പല ആളുകൾക്ക് ഇതുപോലെയുള്ള അവസ്ഥ വരുമ്പോൾ അവരൊക്കെ നിസ്സഹായർ എന്നുള്ള നിലയിൽ, ചെറുപ്പക്കാർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞ് ഉള്ള പ്രചരണത്തിന്റെ പേരിലാണ് ഇവരൊക്കെ ചെന്ന് വെട്ടിൽ ചാടുന്നത്. വെട്ടിൽ വീണ് കഴിഞ്ഞ് ആണ് ഇവരൊക്കെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുന്നത്. ഇന്ത്യൻ എംബസിയിൽ നിന്ന് അറിയിപ്പ് കിട്ടിയപ്പോഴാണ് തോമസ് മരിച്ചതായി വിവരം ലഭിച്ചത്. മനുഷ്യക്കടത്ത് സംഘത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. ഫെബ്രുവരി 10-നാണ് ജോർദാൻ അതിർത്തി കടക്കുന്നതിനിടെ സുരക്ഷാസേനയുടെ വെടിയേറ്റ് തോമസ് മരിച്ചത്. തലയ്ക്ക് വെടിയേറ്റ തോമസ് തൽക്ഷണം മരിച്ചെന്നും എംബസി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർകോട് 21 വയസ്സുകാരിയെ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് ഹോസ്ദുർ പോലീസ് കേസെടുത്തത്. മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമത്തിന് പുറമെ സ്ത്രീധന പീഡന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ സംബന്ധിച്ച് ന്യൂസ് 18 ആദ്യം ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത്.
ലോകത്ത് ആരോടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ? പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? ഇങ്ങനെ മാനസിക രോഗമാക്കി 3 കൊല്ലം ഞാൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടെന്നില്ലെങ്കിൽ വേണ്ടെന്നില്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പാടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചൊല്ലി. എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാനത്ത് കഴിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ. കാസർഗോഡ് കല്ലൂരാവിയിൽ 21 വയസ്സുകാരിയെ വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖിനെതിരെയാണ് യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തത്. മുസ്ലിം സ്ത്രീ വിവാഹ സംരക്ഷണ നിയമപ്രകാരമാണ് മുത്തലാഖിൽ കേസ്. ഇതിനു പുറമെ സ്ത്രീധന പീഡന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. സ്ത്രീധന പീഡന നിയമപ്രകാരം അബ്ദുൾ റസാഖിന്റെ മാതാവ് നഫീസ, സഹോദരിമാരായ റുക്കിയ, ഫൗസിയ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഉപ്പാന്റെ വാട്സപ്പിൽ മുത്തലാഖ് ചൊല്ലിയത്. അതിന് മുന്നേ വാട്സപ്പിൽ എന്നോട് പറഞ്ഞിനി ഇനി ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഇനി നീ ഇങ്ങോട്ട് മെസ്സേജാ കോളാ ആക്കിയിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കണ്ട, ഇങ്ങോട്ടേക്ക് മെസ്സേജോ ഒന്നും കോളോ ഒന്നും ആക്കിയിട്ട എന്നെ ബ്ലോക്ക് ആക്കിയിട്ടുള്ളൂ. നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോരാട്ടം തുടരും. കഴിഞ്ഞ മാസം 21-നാണ് നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖ് യുവതിയുടെ പിതാവിന്റെ വാട്സാപ്പ് വഴി മുത്തലാഖ് ചൊല്ലിയത്. ഇത് സംബന്ധിച്ച് ന്യൂസ് 18 ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഹോസ്ദുർഗ് കോടതിയിൽ യുവതി പരാതി നൽകിയിട്ടുണ്ട്. സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ ഭർത്തൃ വീട്ടുകാരുടെ കൊടിയ പീഡനത്തിനാണ് പെൺകുട്ടി ഇരയാകേണ്ടി വന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇവരുടെ വിവാഹം നിയമപ്രകാരം 2022 ആഗസ്റ്റ് 11-നാണ് നടന്നത്. നിലവിൽ വിദേശത്തുള്ള അബ്ദുൾ റസാഖിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഹോസ്ദുർഗ് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. തെറ്റിയെന്ന് പറഞ്ഞ തിരുത്തി തരൂർ. കേരളത്തിന്റെ വ്യവസായ വളർച്ച സംബന്ധിച്ച മുൻ നിലപാട് മാറ്റി തരൂർ. റിപ്പോർട്ടിലുള്ളതല്ല കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റാർട്ടപ്പ് വളർച്ച എന്ന് ബോധ്യമായെന്നാണ് തരൂരിന്റെ ട്വീറ്റ്. കടലാസുകളിൽ മാത്രമല്ല കേരളത്തിന്റെ വ്യവസായ വളർച്ച ഉണ്ടാകേണ്ടത്. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാകാമെന്നും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വേണമെന്നും തരൂർ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നിരവധി ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ പൂട്ടിയെന്ന റിപ്പോർട്ട് പങ്കുവച്ചാണ് തരൂർ നിലപാട് മയപ്പെടുത്തിയത്. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്. ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം സ്യൂട്ട് കേസിൽ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ ഉൾപ്പെടെ സജീവമായിരുന്ന ഹിമാനി നർവാളാണ് കൊല്ലപ്പെട്ടത്. തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിന് ഇടെയുണ്ടായ കൊലപാതകം സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. റോഹ്തക്കിലെ സാംപ്ല ബസ് സ്റ്റാൻഡിന് സമീപമാണ് സ്യൂട്ട് കേസ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംശയം തോന്നിയ യാത്രക്കാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പോലീസെത്തി തുറന്നു പരിശോധിച്ചപ്പോൾ സ്യൂട്ട് കേസിൽ മൃതദേഹം. കൊല്ലപ്പെട്ടത് കോൺഗ്രസ് പ്രവർത്തക ഹിമാനി നർവാളാണെന്ന് പാർട്ടി നേതൃത്വം സ്ഥിരീകരിച്ചു. കഴുത്തിൽ ഷാൾ ചുറ്റി മുറുക്കിയ നിലയിലായിരുന്നു. മുറിവേറ്റ പാടുകളുമുണ്ട്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. टीमें लगातार लगी हुई हैं. कल से ही जब से सूचना हमारे पास आई थी उसी टाइम से पूरा प्रशासन अलर्ट है. टीमें लगी हुई हैं. अलग अलग 3-4 टीमें हैं. साइंटिफिक एंगल जो भी उन पर काम कर रहे हैं. जो भी साइंटिफिक चीज़ें हैं, कैमरा, CCTV कैमरा वगैरह, और जो भी साइंटिफिक एविडेंस कोई भी हो सकते हैं, उन पर काम चल रहा है. और जो भी उनके आधार पर जैसा निष्कर्ष निकलेगा उसी हिसाब से कार्रवाई जारी रहेगी. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് സ്യൂട്ട് കേസ് ഉപേക്ഷിച്ചത് ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. കോൺഗ്രസ് റാലികളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവമായിരുന്നു ഹിമാനി. രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിലും പങ്കെടുത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയുണ്ടായ കൊലപാതകം വൻ രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ രംഗത്ത് വന്നു. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. വെള്ളിയാഴ്ച ഉത്തരാഖണ്ഡിലെ ചാമോലി ജില്ലയിലുണ്ടായ ഹിമപാതത്തിൽ കുടുങ്ങിയ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തി. ഇതോടെ മരണസംഖ്യ 5 ഹിമപാതത്തിൽ കുടുങ്ങിയ സുനിൽകുമാർ എന്ന തൊഴിലാളി സ്വയം രക്ഷപ്പെട്ടു. ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിൽ നിന്നുള്ള സുനിൽകുമാർ സുരക്ഷിതനായി വീട്ടിലെത്തി. ഇതുവരെ 50 തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ എന്നിവർ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്.
ചാന്ദ്ര പര്യവേക്ഷണ പേടകം ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി. പേടകത്തിന്റെ 4 കാലുകളും ചന്ദ്രോപരിതലത്തിൽ ഉറപ്പിക്കാനായെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ജനുവരി 15-ന് നാസയുടെ സഹായത്തോടെ സ്പേസ് എക്സ് വിക്ഷേപിച്ച ബ്ലൂ ഗോസ്റ്റ് സ്വകാര്യ ഉപഗ്രഹം ചാന്ദ്ര സമതലമായ മേർ ക്രിസിയത്തിലാണ് ഇറങ്ങിയത്. ചാന്ദ്ര പര്യവേക്ഷണവും ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിര സാന്നിധ്യത്തിനുള്ള സാധ്യതാ പഠനവും ലക്ഷ്യമിട്ടുള്ളതാണ് ബ്ലൂ ഗോസ്റ്റ്. ചന്ദ്രന്റെ ഉൾഭാഗത്തെ താപപ്രവാഹത്തെക്കുറിച്ചും പഠനം നടത്തും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. വെന്റിലേറ്റർ സഹായം തുടരുകയാണെങ്കിലും ശ്വാസകോശ അണുബാധ ഭേദമായിട്ടുണ്ട്. എന്നാൽ ശ്വാസതടസ്സവും ചുമയും ഉള്ളതിനാൽ ഇടയ്ക്കിടെ വെന്റിലേഷൻ സഹായം വേണ്ടിവരുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം സ്വയം ഭക്ഷണം കഴിച്ചെന്നും പത്രം വായിച്ചെന്നും വത്തിക്കാൻ അറിയിച്ചു. റെസ്പിറേറ്ററി ഫിസിയോതെറാപ്പി തുടരുകയാണ്. ജമേലി ആശുപത്രിയിലെ ജീവനക്കാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥന നടത്തി. തുടർച്ചയായി 3ാമത്തെ ഞായറാഴ്ചയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രാർത്ഥനാ ചടങ്ങുകളിലും വിശ്വാസികളോടൊപ്പവും പോപ്പ് പങ്കെടുക്കാതിരിക്കുന്നത്. ഫെബ്രുവരി 14-നാണ് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ നിർത്തിവെച്ച ഇസ്രായേൽ. 1ാം-ഘട്ട വെടിനിർത്തൽ ധാരണ നീട്ടാനുള്ള ഇസ്രായേലിന്റെ നിർദ്ദേശം ഹമാസ് തള്ളിയതിന് പിന്നാലെയാണ് തീരുമാനം. ജനുവരി 19-ന് ഗാസയിൽ നിലവിൽ വന്ന 6 ആഴ്ചത്തെ ആദ്യഘട്ട വെടിനിർത്തലിന്റെ കാലാവധി അവസാനിച്ചു. റമദാൻ, പെസഹ കാലയളവുകളിൽ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ എന്ന US നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഹമാസ് ഇത് അംഗീകരിച്ചിട്ടില്ല. 97ാമത് ഓസ്കർ പുരസ്കാര ദിശ ഇന്ന് ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ നടക്കും. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാവിലെ 5:30 മുതൽ സിനിമ ലോകം കാത്തിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ആരംഭിക്കും. ട്രാൻസ്ജെൻഡർ അധോലോക നായികയുടെ കഥ പറയുന്ന എമിലിയ പെരസാണ് പല അവാർഡുകളും പ്രതീക്ഷിക്കുന്നത്. ഹ്രസ്വചിത്ര വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ സിനിമയുമുണ്ട്. Tell me, why is an accomplished foreign architect shoveling coal here in Philadelphia? Они написали, что она простит. Security! The best way to bring folks together. സിനിമാ ലോകം ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന ഓസ്കർ പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ചടങ്ങിന്റെ പ്രധാന ആകർഷണം എമിലിയ പെരസ് എന്ന ചിത്രം തന്നെയാണ്. കാരണങ്ങൾ 2 ആണ്. 13 നോമിനേഷനുകളുമായിട്ടാണ് 97ാമത് ഓസ്കർ പുരസ്കാര നിശയിലേക്ക് എമിലിയ പെരസ് കുതിക്കുന്നത്. ഇംഗ്ലീഷ് ഇതര ഭാഷാ സിനിമയ്ക്ക് ഇത്രയധികം നാമനിർദ്ദേശം ലഭിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ചിത്രത്തിലെ പ്രകടനത്തിൽ ട്രാൻസ്ജെൻഡർ കാർലോ സോഫിയ ഗാസ്കോണിന് മികച്ച നടിക്കുള്ള പുരസ്കാരം കൂടി നേടാനായാൽ അതും ചരിത്രമായി മാറും. ട്രാൻസ്ജെൻഡർ അധോലോക നേതാവിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ കാർലോയാണ് അവതരിപ്പിച്ചത്. Are you English? No, I'm not English. Why? No, because you are pretty. So? ദ സബ്സ്റ്റൻസ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിൽ ഡെമി മൂറിനാണ് മികച്ച നടിക്കുള്ള സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിൽ. ഫെർണാണ്ടോ ടോറസ്, മൈക്കി മാഡിസൺ, സിന്ധ്യ എറീവോ എന്നീ നടിമാർക്കാണ് നോമിനേഷൻ ലഭിച്ച മറ്റ് താരങ്ങൾ. കാര്യങ്ങൾ എളുപ്പമല്ല ഈ വിഭാഗത്തിൽ. ദ ബ്രൂട്ടലിസ്റ്റ്, വിക്കഡ് എന്നീ സിനിമകൾക്ക് 10 നാമനിർദ്ദേശം വീതം ലഭിച്ചു. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലൂടെ ഏഡ്രിയൻ ബ്രോഡി മികച്ച നടനാകാനുള്ള സാധ്യതകളും ഏറെയാണ്. പ്രശംസകൾ വാരിക്കൂട്ടിയ പ്രകടനത്തിന് മേൽ സിനിമാ ലോകം വലിയ സാധ്യതകൾ കാണുന്നു. Enora, The Brutalist, A Complete Unknown, Conclave, Dune Part 2, I Am Still Here, Nickel Boys, The Substance എന്നീ ചിത്രങ്ങളാണ് മികച്ച സിനിമ എന്ന വിഭാഗത്തിൽ എത്തുന്നത്. ഇന്ത്യൻ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് അനൂജയിലേക്കാണ്. മികച്ച ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യൻ സിനിമയായ അനൂജയ്ക്ക് നാമനിർദ്ദേശം ലഭിച്ചു. പ്രിയങ്ക ചോപ്ര, ഗുനീത് മോംഗയും ചേർന്ന് നിർമ്മിച്ച ഈ ഹ്രസ്വചിത്രത്തിന് മേൽ പ്രതീക്ഷകളേറെയാണ്. എമി അവാർഡ് ലഭിച്ച ടെലിവിഷൻ അവതാരകനും ഹാസ്യനടനുമായ കോനൻ ഒബ്രയനാണ് ചടങ്ങിന്റെ പ്രധാന അവതാരകൻ. ജനുവരി 23-നാണ് നാമനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചത്. കാത്തിരിക്കാം സിനിമാ ലോകത്തിന്റെ അവസാന വിധിയിലേക്ക്. എന്റർടൈൻമെന്റ് ഡെസ്ക്,
ന്യൂസ് 18. രഞ്ജി ട്രോഫി വിദർഭയ്ക്ക്. രഞ്ജി ട്രോഫി റണ്ണേഴ്സ് അപ്പ് എന്ന ചരിത്ര നേട്ടവുമായി കേരളം നാഗ്പൂരിൽ നിന്നും മടങ്ങി. രണ്ടാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റിന് 375 റൺസ് എടുത്ത വിദർഭ ദർശൻ നാൽഖണ്ഡെ അർദ്ധ സെഞ്ചുറി നേടിയതും മത്സരം സമനിലയിൽ അവസാനിപ്പിക്കാൻ കൈകൊടുത്തു. വിദർഭ സ്റ്റേഡിയത്തിൽ തോൽവി വഴങ്ങിയിട്ടില്ല എന്ന റെക്കോർഡ് കേരളം നിലനിർത്തി. Vidarbha wins the Ranji Trophy after 2-2-1-5 days. This will last for a lifetime and beyond. Memories etched in Ranji history, added to the tapestry of Indian cricket forever. അട്ടിമറികളൊന്നും സംഭവിച്ചില്ല. വിദർഭ തന്നെ ചാമ്പ്യന്മാർ. What a moment it is! Yes, the IDFC First Bank Ranji Trophy season 2024-25. Vidarbha are the champions. പക്ഷേ തലയെടുപ്പോടുകൂടിയാണ് കേരളം നാഗ്പൂരിൽ നിന്നും മടങ്ങുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അമരത്ത് നമ്മുടെ കുഞ്ഞു സംസ്ഥാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ഈ സംഘം. Wonderful journey it has been. For the very first time in the history of Ranji Trophy, Kerala has got to the final. വിദർഭ സ്റ്റേഡിയത്തിൽ ബാറ്റിംഗ് ദുഷ്കരമെങ്കിലും കിരീടം നഷ്ടമാകരുത് എന്ന ഉറച്ച തീരുമാനമുണ്ടായിരുന്നു ആതിഥേയർക്ക്. കരുൺ നായരുടെ വിക്കറ്റ് നഷ്ടമായെങ്കിലും പിന്നീടെത്തിയ ഓരോരുത്തരും കേരളത്തിന്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കി. ഫൈനലിൽ എത്തിയപ്പോൾ തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ച കേരളം മികച്ച പോരാട്ടം കാഴ്ചവെച്ചാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ശ്രദ്ധേയ സാന്നിധ്യമായി മാറുന്നത്. നാഗ്പൂരിലെ ഈ സ്റ്റേഡിയത്തിൽ നിന്ന് കിരീടവുമായി മടങ്ങിയത് വിദർഭയാണ്. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ഉറ്റുനോക്കുന്നത് കേരളത്തിലേക്കാണ്. കാരണം കേരളം എന്ന ഈ ടീം ഇത്രമാത്രം ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം നടത്തുമെന്ന് ആരും കരുതിയതല്ല. വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം എൽദോപോൾ പുതുശ്ശേരി, ന്യൂസ് 18. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലൻഡിന് 250 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസ് എടുത്തു. തുടക്കത്തിലെ തകർച്ച നേരിട്ട ഇന്ത്യ അർദ്ധ സെഞ്ചുറി നേടിയ ശ്രേയസ് അയ്യരുടെയും അക്ഷർ പാട്ടേൽ, ഹർദിക് പാണ്ഡ്യ എന്നിവരുടെയും മികവിലാണ് ഭേദപ്പെട്ട സ്കോർ പടുത്തുയർത്തിയത്. ശ്രേയസ് അയ്യർ 79 റൺസ് എടുത്ത് പുറത്തായി. കിവീസിനായി മാറ്റ് ഹെൻറി 5 വിക്കറ്റ് വീഴ്ത്തി. പൂർണ്ണമാകുന്നു ലൈവ് അറ്റ് 6. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. ആര്യാർ ദേവൻ ചേരും. നമസ്കാരം.